ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമുക്ക് ഇതുപോലെ ഒരു ഗ്ലിറ്റർ പേപ്പർ എടുക്കാം. അതിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ഇതുപോലെ ഫ്ലവർ വെട്ടിയെടുത്തിട്ട്, അതല്ല ഫ്ലവർ വെട്ടാൻ അറിയുന്നവരാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇതുപോലെ വെച്ചെടുക്കട്ടെ. ഇങ്ങനത്തെ നമുക്ക് 3 ഫ്ലവറാണ് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാം. റോസ് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനത്തെ 3 ഫ്ലവറാണ് നമുക്ക് വേണ്ടത് കേട്ടോ. നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യാം. നമുക്ക് ഈ ഫ്ലവറുകൾ ഉപയോഗിച്ച് ഹെയർ ബാൻഡിൽ, ഡബിൾ ടോക്കി അങ്ങനെ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാക്കാൻ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. അങ്ങനത്തെ വാങ്ങിയിട്ടൊക്കെ ഹെയർ ബാൻഡിന് വെച്ചിട്ടുണ്ടാക്കുന്നതുണ്ട്. അതിൽ പൂവിന് 5-10 രൂപയൊക്കെയാണ് പല ഭാഗങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അതിന് നേരത്തെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷീറ്റ് വാങ്ങിയാൽ ഒരുപാട് ഫ്ലവറുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് സൈസിനനുസരിച്ചിട്ട് വലുപ്പം കൂട്ടാനോ കുറക്കാനോ ഒക്കെ നമുക്കിത് ഉണ്ടാക്കാൻ പഠിച്ചാൽ എളുപ്പം കഴിയും. നമ്മൾ 3 ഫ്ലവർ വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ 3 എണ്ണത്തിൽ 2 എണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യണം, പെറ്റൽസ് ആക്കി എടുക്കണം. ഇതുപോലെ നമ്മൾ ഈ ഒരെണ്ണത്തിന് പെറ്റൽസ് ആക്കുന്നില്ല, അതുപോലെ എന്ത് ചെയ്യുന്നുള്ളൂ, കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ചെറിയൊരു കട്ടിനെ കൊടുക്കുന്നുള്ളൂ. നമ്മളതിനെ പെറ്റലാക്കി എടുക്കുന്നില്ല. അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളൂ. നമുക്കിത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇതിലൊരു പെറ്റലെടുത്തിട്ടത് ഇതുപോലെ ചുരുട്ടുക കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ പശ തേച്ച് കൊടുക്കണം. ചുരുട്ടിയിട്ട് ഇവിടെ സ്റ്റിക്ക് വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യണം, അതൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. നമുക്ക് അടുത്ത പെറ്റലെടുത്തിട്ട് എന്ത് ചെയ്യാം, ഇതിന് വീണ്ടും കവർ ചെയ്യാം. നമുക്ക് അടുത്ത വെച്ചെടുക്കാം. നമുക്ക് അടുത്ത ഭാഗം ഇത് നല്ല അടിയിലായിട്ടല്ല, ഇങ്ങനത്തെ ഒരു സെൻറ്റർ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, പശ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും നെക്സ്റ്റ് വെച്ച് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഇപ്പോൾ അത് സെറ്റായിരുന്നു. നമുക്ക് അടുത്ത പെറ്റലെടുക്കുക. വളരെ സിമ്പിൾ കേട്ടോ. അതുപോലെ ഇത് ചെയ്യുമ്പോൾ സൈഡ് മാറി നോക്കാൻ വെള്ളം നന്നായി പിറ്റ ഭാഗത്ത് തേച്ച് പിടിച്ചിട്ടേ നമ്മുടെ പെറ്റൽസുകൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്യണം. നമ്മൾ പെറ്റൽസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം. അതിനാണ് നമ്മൾ പശ നല്ല അടിയിൽ തേക്കാതെ എന്ത് ചെയ്യുന്നത്, സെൻറ്റർ ഭാഗം പിടിച്ചിട്ട് നമ്മൾ പശ തേച്ചത്. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത് വെച്ച് നോക്കാം. ഇനി കറക്റ്റായി വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി പെറ്റൽ സെറ്റാക്കാം.
നമുക്ക് ചെയ്യാം. ഈ അടിഭാഗത്ത് പശ അപ്ലൈ ചെയ്ത് വെക്കാം. കറക്റ്റ് നോക്കിയിട്ട് നമ്മൾ എവിടെയാണോ ചെയ്ത് നിർത്തിയത് ഇവിടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ പെറ്റലായിരിക്കണം ആദ്യം വെക്കേണ്ടത് കേട്ടോ. അതൊരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ്. അതിന് പശ അപ്ലൈ ചെയ്തിട്ട് നെക്സ്റ്റ് അത് ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ തോക്കിൻ്റെ ചൂട് ഭാഗം നമുക്ക് ചെറുതായിട്ട് എന്ത് ചെയ്യാം, തൊടുമ്പോൾ ശ്രദ്ധിക്കണം, കൈ പൊള്ളാതെ നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പെറ്റലിനൊരു ബാക്ക് സൈഡിൽ ഒരു ഇത് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഇതിലൊക്കെ തന്നെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫീലിംഗ് കേട്ടോ. നെക്സ്റ്റ് അപ്ലൈ ചെയ്യുക, വെച്ച് കൊടുക്കാം. നമ്മൾ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, എന്നിട്ട് ഇതുപോലെ പേനിട്ട് അമർത്തി കൊടുക്കണം. അത് നമ്മൾ കൈ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് അപ്ലൈ ചെയ്യുക. റോസ് പൂ എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി സെറ്റാക്കുന്നത് നോക്കാം. ഇതൊന്നും ഇങ്ങനെ ഹെയർ ബാൻഡിനൊക്കെ വെക്കാം കേട്ടോ. സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ഫ്ലവർ വെക്കാം. ഇത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇത് ഇതുപോലെ നമ്മൾ ബണ്ണെടുത്തിട്ട് ബണ്ണും ഇത് സെറ്റാക്കുന്നത് കാണിച്ചു തരാം. ഒരു കഷ്ണം എടുക്കാം. ഇത് അപ്ലൈ ചെയ്ത ശേഷം ഫ്ലവർ മാത്രമേ വെക്കുന്നുള്ളൂ, വേറെ ഐറ്റംസുകളൊന്നും സെറ്റാക്കുന്നില്ല കേട്ടോ. ഉള്ള പശ അതിൽ ഇതിന് ഇറ്റി പോകുന്ന പശ ക്ലോത്തിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടന്ന് ഇട്ടുള്ളൂ കേട്ടോ. നമുക്ക് നന്നായി പ്രസ് ചെയ്തെടുക്കാം. നമുക്ക് ഈ രണ്ട് ഫ്ലവേഴ്സിനെ ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇങ്ങനത്തെ ക്ലിപ്പ് വാങ്ങിയിട്ടുണ്ട്. അതിന് നമുക്കിതിന് ഈ പേപ്പറിൽ സെറ്റ് ചെയ്യാം. ഒരറ്റത്ത് ഇതും അപ്പോൾ ഇതിന് ഭംഗി കൂട്ടാൻ വേണ്ടി ഞാൻ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുണ്ടാക്കുന്ന വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന് ഇതിലോട്ട് സെറ്റ് ചെയ്യാം. ബ്രഷ് അപ്ലൈ ചെയ്തിട്ട് ഇത് കറക്റ്റാക്കിയിട്ട് ഇരിക്കണേ. ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഭംഗിയിലേക്കാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. രീതിയിൽ നമ്മൾ ഫ്ലവർ സെറ്റ് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. ഇനിയും നമുക്കിതുപോലുള്ള മറ്റു വീഡിയോകളുമായിട്ട് നാളെ കാണാം. Tata, bye bye, see you tomorrow.